Hi everyone, welcome to X and Y Class 8 and NMMS. So, നമ്മൾ NMMSലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഫിസിക്സിൽ നമുക്ക് മോഷൻ, അതായത് ചലനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിന്റെ ചലനം, അല്ലെങ്കിൽ അതിലെ യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ചോദ്യത്തിലൂടെ തുടങ്ങാം. സോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ which of the following property is specifically associated with the body of with a body moving with uniform velocity? അതായത് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന് മാത്രമായി കാണപ്പെടുന്ന സവിശേഷത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നോക്കാം. ഓപ്ഷൻസ് നോക്കിയാൽ ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അതുപോലെ ഇറ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, ഇറ്റ് ഓൾവേസ് ട്രാവൽ along a straight line, it will be moving under a force ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം എന്താണ് ഒരു യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അതായത് തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഒരു യൂണിഫോം മോഷൻ എന്ന് പറയാം. സോ ഒരു ഒബ്ജക്റ്റ് ഒരു സെക്കൻഡിൽ 10 മീറ്റർ പോകുന്നു, അടുത്ത സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ പോകുന്നു, വീണ്ടും ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഒരു 10 മീറ്റേഴ്സ് ആണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ഈക്വൽ ഡിസ്റ്റൻസ് എന്താണ്, തുല്യ ദൂരം തുല്യ സമയം കൊണ്ട് കവർ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. സോ ഇതൊരു യൂണിഫോം മോഷൻ ആണെങ്കിൽ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്താണ്, കറക്റ്റ് ആണ് അല്ലേ. സോ ഇവിടെ വേഗതയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ എന്താണ് അടുത്ത ഓപ്ഷൻ, ഇറ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. സോ ഇവിടെ ഒരു ആക്സിലറേഷൻ ഇല്ല, കാരണം എന്താണ്, വെലോസിറ്റി മാറുന്നില്ല അല്ലെ, യൂണിഫോം വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ ബി എന്താണ്, സമത്വരണം ഉണ്ടായിരിക്കും എന്നുള്ളത് തെറ്റാണ്. പിന്നെ പറയുന്നത് ഇറ്റ് ഓൾവേസ് ട്രാവൽ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. നമുക്കറിയാം ഒരു യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വേഗതയുണ്ട്, ഒരു ദിശയുണ്ട് അല്ലേ. സോ യൂണിഫോം വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് അതിന്റെ വേഗതയും മാറുന്നില്ല, അതിന്റെ ഡയറക്ഷനും മാറുന്നില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്നും പറയാൻ പറ്റും. സോ നമുക്ക് 1 ഉം 3 ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി മൂവിങ് അണ്ടർ എ ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ അല്ല എന്താണ്, ഒരു ഫോഴ്സ് ഇല്ല, ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും, അതായത് വേഗത ചേഞ്ച് ചെയ്യും. സോ സ്പീഡ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. സോ യൂണിഫോം മോഷനുള്ള ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അതുപോലെ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെന്നും പറയാൻ പറ്റും. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതിന് വേണ്ടി നമുക്ക് യൂണിഫോം വെലോസിറ്റി മീൻസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ആൻഡ് അൺചേഞ്ചിങ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ അതിന്റെ എന്താണ്, വെലോസിറ്റി മാറുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല, അതുപോലെ അതിന്റെ അളവ് മാറുന്നില്ല. ആക്സലറേഷൻ ഈസ് എ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ എന്ന് വെച്ചാൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെലോസിറ്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ വേഗത അല്ലെങ്കിൽ വെലോസിറ്റി ഒരു 2 മീറ്റർ പെർ സെക്കൻഡ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4 മീറ്റർ പെർ സെക്കൻഡ്, പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു 6 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ വെലോസിറ്റി വേഗത മാറുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയാം. സോ എന്താണ് ആക്സിലറേഷൻ, നമ്മൾ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത ചേഞ്ച് ചെയ്യുന്നതിൻ്റെ നിരക്കാണ്. സോ ഇൻ സിമ്പിൾ വേർഡ്സ് ദാറ്റ് ഇറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അതായത് വേഗത മാറുന്നതിൻ്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയാം. സോ ബിക്കോസ് വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ് ഈസ് യൂണിഫോം. സോ വെലോസിറ്റി മാറുന്നില്ലെങ്കിൽ അവിടെ യൂണിഫോം മോഷൻ ആണ്, ആക്സിലറേഷൻ 0 ആയിരിക്കും. സോ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്, എ സ്റ്റോൺ ഇസ് ഡ്രോപ്ഡ് ഫ്രം എ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു കല്ല് എന്താണ് ഇടുകയാണ്. സോ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് ദ സ്റ്റോൺ. സോ താഴേക്ക് ഇടുന്ന ഒരു കല്ലിന്റെ ചലനത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. സോ it is in uniform motion, it is accelerating uniformly, decelerating uniformly, motion is oscillatory. വസ്തു സമചലനത്തിലാണ്, സമത്വരണത്തിലാണ്, സമമന്ദീകരണത്തിലാണ്, വസ്തു ദോലന ചലനത്തിലാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻസ്. സോ നമുക്കൊരു ഒബ്ജക്റ്റ് താഴെ നിന്ന്, അല്ലെങ്കിൽ ഒരു വസ്തു ഒരു ഗോപുരത്തിന്റെ മേലെ നിന്ന് താഴേക്ക് വീഴാന്ന് വിചാരിക്കാം. സോ ഇത്രയും ഒരു ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഈ കല്ല് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ വിടുന്ന സമയത്ത് അതിന് 0 വെലോസിറ്റി ആണ് തുടക്കത്തിൽ, കാരണം അത് റെസ്റ്റിലാണുള്ളത്, അതായത് അതിന്റെ സ്ഥാനം മാറുന്നില്ല, റെസ്റ്റിലാണ് ആദ്യം ഉള്ളത്. സോ അത് താഴേക്ക് ഇടുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂമി ഇതിനെ പിടിച്ച് വലിക്കുന്നുണ്ട് അല്ലെ, ഒരു ഫോഴ്സിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്കൊരു ആക്സലറേഷൻ
ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഈ വസ്തുവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും, കൂടി വരും. സോ ആദ്യം ഒരു 0 സ്പീഡ് ആണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 10 സ്പീഡ് ഉണ്ടാവും, 10 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ ഒരു 20 ഉണ്ടാവും. അങ്ങനെ സ്പീഡ് എന്ത് ചെയ്യാണ്, കുറേ കഴിയുമ്പോൾ ഒരു 50. യെസ്. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ ഇങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഇതൊരു യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ? യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്, വേഗത മാറരുത്. ഇവിടെ സ്പീഡ് മാറുന്നുണ്ട്, വിച്ച് മീൻസ് ഇതൊരു നോൺ യൂണിഫോം മോഷൻ ആണ്. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ഇറ്റ് ഈസ് എ യൂണിഫോം മോഷൻ എന്നുള്ളത് എന്താണ്, തെറ്റാണ് അല്ലേ? ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. അടുത്തത് എന്താണ്, വസ്തു സമത്വരണത്തിലാണ്, അതായത് ആക്സലറേറ്റിംഗ് യൂണിഫോംലി എന്നാണ് പറയുന്നത്. സോ വിച്ച് മീൻസ് ഇതിന് ആക്സലറേഷൻ ഉണ്ട്, സോ വെലോസിറ്റി കൂടി വരുന്നുണ്ട്. സോ നമുക്ക് ആ ഓപ്ഷൻ ശരിയാണ്, ആക്സലറേറ്റിംഗ് യൂണിഫോംലി, യൂണിഫോം ആയിട്ട് എന്താണ്, ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെ ഓപ്ഷൻ ബി നമുക്ക് എന്ത് പറയാൻ പറ്റും, കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ ഓപ്ഷൻ സി നോക്കിയാൽ എന്താണ് ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ഡീസലറേറ്റിംഗ് യൂണിഫോംലി, അതായത് അതിന്റെ വേഗത കുറയാന്നാണ് പറഞ്ഞത്. വേഗത കുറയല്ലോ, വേഗത കൂടി വരികയാണ് ചെയ്യുന്നത്. സോ സിയും ഇൻകറക്റ്റ് ആണ്. ഇറ്റ്സ് മോഷൻ ഈസ് ഓസിലേറ്ററി. എന്താണ് ഈ ഓസിലേറ്ററി അല്ലെങ്കിൽ ദോലന ചലനം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു പെൻഡുലം നമ്മൾ തൂക്കിയിട്ടിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഊഞ്ഞാലിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ മോഷൻ എന്താണ്, ഒരു ഓസിലേറ്ററി മോഷനാണ് അല്ലേ, ഒരു ദോലന ചലനമാണ്. സോ എന്താണ്, ഇതൊരു ദോലന ചലനമല്ല, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. സോ നമ്മൾ ആൻസർ എന്തായിരിക്കും, വസ്തു സമത്വരണത്തിലാണ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്സലറേറ്റിംഗ് യൂണിഫോംലി. സോ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം പറയുന്നത്, എ 150 meter long train is moving with a constant velocity of 45 km/h. The time taken by the train to cross the bridge of length 850 meter is. സോ 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് 45 km/h വേഗതയിൽ സഞ്ചരിക്കുക. എന്താ അതിൻ്റെ മീനിങ്, ഒരു മണിക്കൂറിൽ 45 കിലോമീറ്റർ വെച്ച് അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് 850 മീറ്റർ 850 മീറ്റർ നീളമുള്ള ഒരു പാലം ഇതിന് കടന്നു പോകണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഈ ട്രെയിൻ ഈ പാലം കടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇത് നമ്മളെ പാലമാണെന്ന് വെക്കാം. 850 മീറ്റർ, അതായത് 850 മീറ്റർ ലെങ്ത് ഉണ്ട്. സോ നമ്മളെ ട്രെയിൻ ഇവിടെ വന്നു, ഇവിടെ എത്തി. ട്രെയിനിൻ്റെ ലെങ്ത് 150 മീറ്റർ ആണ്. യെസ്, 150 മീറ്റർ. സോ ഈ ട്രെയിന് അല്ലെങ്കിൽ നമ്മൾ ഈ ട്രെയിനിൻ്റെ ഹെഡ് പൊസിഷൻ എടുക്കുകയാണ്, അതിൻ്റെ ഫസ്റ്റ് ഫ്രണ്ടിലുള്ള ബോഗി എടുക്കുകയാണ്. ഈ ഭാഗം 850 മീറ്റർ ട്രാവൽ ചെയ്തു. അതായത് ഈ ട്രെയിനിൻ്റെ ഈ പാലത്തിൽ കയറി ഈ ഫസ്റ്റ് പോർഷൻ ഇതിൻ്റെ ഇവിടെ എത്തി. സോ ഇപ്പോൾ ട്രെയിൻ എന്ത് ചെയ്തു, 850 മീറ്റർ സഞ്ചരിച്ചു. ഇനി എന്ത് ചെയ്യണം, ആ ട്രെയിനിൻ്റെ നീളം കൂടെ അങ്ങോട്ട് ട്രാവൽ ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ, ട്രെയിൻ ആ ബ്രിഡ്ജിനെ ക്രോസ് ചെയ്തു നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഈ പാലം കടന്നു പോയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇത് 850 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ഇവിടെ എത്തും. പിന്നെന്താണ്, പിന്നെയും ഒരു 150 മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് അല്ലേ. സോ അത്രയും കൂടെ അങ്ങോട്ട് സഞ്ചരിക്കണം. സോ ഇത്രയും ദൂരം സഞ്ചരിക്കണം. സോ ഇവിടെ എത്ര ദൂരം ടോട്ടൽ, അല്ലെ എത്രയാണ് ടോട്ടൽ ഡിസ്റ്റൻസ്, 850 പ്ലസ് 150 എത്രയാണ്, 1000 മീറ്റേഴ്സ്. അതായത് 1 കിലോമീറ്റർ ദൂരം ആണ് ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നത്, ഈ പാലം കടക്കുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം. സോ അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ട്രെയിനിൻ്റെ ലെങ്ത്തും ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും കൂടെ കൂട്ടിയാൽ മതി. സോ 850 പ്ലസ് 150 ചെയ്താൽ 1 കിലോമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ട്രെയിനിൻ്റെ വേഗത 45 km/h ആണ്. എന്താ ഇതിൻ്റെ മീനിങ്, ഒരു മണിക്കൂറിൽ, ഒരു ഹവറിൽ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, 45 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് 1 കിലോമീറ്റർ ദൂരമാണല്ലോ ഈ പാലം കടക്കാൻ എടുക്കുന്നത്. സോ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, 2നെ 45 കൊണ്ട് ഹരിക്കുകയാണ്. സോ 45 45/45 കിലോമീറ്റർ എത്ര സമയം എടുക്കും, 1/45 ഹവർ. 1/45 ഹവർ. സോ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്രയാണ് വേണ്ടത്, 1/45 ഹവർ ആണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. സോ ഞാൻ 1/45 ഇൻറ്റു 60 മിനിറ്റ്സ് എന്ന് എഴുതി. സോ 60/45, 60/45 മിനിറ്റ്സ് എത്രയ്ക്ക്, 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ. സോ 60/45 നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 60/45 എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞാൽ 4 × 15 / 3 × 15 ആണ്. സോ 15 കട്ട് ചെയ്താൽ നമുക്ക് 4/3 മിനിറ്റ്, അതായത് 1 മിനിറ്റിനേക്കാളും കുറച്ച് കൂടിയ സമയം അല്ലേ. 4/3 മിനിറ്റ് എടുക്കുന്നുണ്ട് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ.
ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ നമ്മുടെ ഓപ്ഷൻസ് സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. സി, അപ്പോൾ നമ്മൾ മിനിറ്റിനെ വീണ്ടും എന്ത് വേണം, സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ 4/3 മിനിറ്റ് എന്ന് പറയുമ്പോൾ 4/3 മിനിറ്റ് ആണ് നമുക്ക് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4/3 × 60, ഇത്രയും സെക്കൻഡ്സ് 1 കിലോമീറ്റർ. സോ 60ഉം 30ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ 20. 60/30 20. 4 20 എത്രയാണ്, 80 സെക്കൻഡ് എടുക്കും എന്ത് കവർ ചെയ്യാൻ, 1 കിലോമീറ്റർ ദൂരം ട്രാവൽ ചെയ്യാൻ. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ആൻസർ വിൽ ബി ഓപ്ഷൻ സി അല്ലേ, 80 സെക്കൻഡ്. അതായത് ഈ പാലം കടന്നു പോകാൻ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. കാരണം പാലത്തിന്റെ ദൂരം സഞ്ചരിക്കണം, ട്രെയിനിന്റെ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള സ്പീഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്ന് കണ്ടുപിടിച്ചു. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ആൻ അത്ലറ്റ് കംപ്ലീറ്റ്സ് 1 റൗണ്ട് ഓഫ് എ സർക്കുലർ ട്രാക്ക് of radius r in 40 seconds. What will be the displacement at the end of 1 minute 20 seconds? ഒരു കായിക താരം 6 ആരമുള്ള ഒരു വൃത്താകാരമായ ഒരു ട്രാക്ക് 40 സെക്കൻഡിൽ ഒരു പ്രാവശ്യം പൂർണ്ണമാക്കുന്നു. 1 മിനിറ്റ് 20 സെക്കൻഡിൽ താരത്തിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? സ്ഥാനാന്തരമാണ് ചോദിച്ചത്, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരാള് ഈ വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ എത്തിയാൽ ഇയാളുടെ ഈ പോയിട്ടുള്ള ഈ ദൂരങ്ങൾ മുഴുവൻ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഡിസ്റ്റൻസ് കിട്ടും, ദൂരം, അതായത് സഞ്ചരിച്ച ദൂരം കിട്ടും. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അയാളുടെ ഇനീഷ്യൽ പൊസിഷൻ, അയാൾ ആദ്യം എവിടെ ആയിരുന്നു, ഫൈനൽ പൊസിഷൻ, അവസാനത്തെ സ്ഥാനം ഏതാണ്, ഇത് തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഈ ദൂരം നമ്മൾ അളന്നു നോക്കിയാൽ അതായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. സോ നമ്മുടെ ചോദ്യത്തിൽ നമ്മളൊരു 6 റേഡിയസ് ഉള്ളൊരു ട്രാക്ക് ഉണ്ട്. സോ നമുക്കൊരു ട്രാക്ക് വരയ്ക്കാം. സോ ഇതാണ് ഒരു ട്രാക്ക്. ആൻഡ് എന്താ ചെയ്യുന്നത്, ഇയാൾ ഇനീഷ്യലി ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, 1 റൗണ്ട് ഇൻ 40 സെക്കൻഡ്സ്, 40 സെക്കൻഡ് കൊണ്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ 40 സെക്കൻഡ് കൊണ്ട് ഇത്രയും കവർ ചെയ്ത് വരും. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1 മിനിറ്റ് 20 സെക്കൻഡിൽ എത്രയായിരിക്കും ദൂരം എന്നാണ്. അപ്പോൾ നമുക്ക് 1 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്, പ്ലസ് 20 സെക്കൻഡ്, അതായത് 80 സെക്കൻഡിൽ എവിടെയായിരിക്കും ഇയാൾ എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. സോ 80 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇയാൾ ആദ്യം 40 സെക്കൻഡ് കൊണ്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് എത്ര സെക്കൻഡും കൂടെ ഉണ്ട്, 40 സെക്കൻഡും കൂടെ ഉണ്ട്. സോ ഇനി ഒരു 40 സെക്കൻഡും കൂടെ എടുക്കുമ്പോൾ വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് വന്നു. അതായത് 80 സെക്കൻഡിൽ അല്ലെങ്കിൽ 1 മിനിറ്റ് 20 സെക്കൻഡിൽ 1 മിനിറ്റ് 20 സെക്കൻഡിൽ ഇയാൾ എന്ത് ചെയ്തു, പോയിട്ടുള്ള അതേ പൊസിഷനിൽ തന്നെയാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. അതായത് എവിടെ 2 റൗണ്ട് എന്ത് ചെയ്തു, ആ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്തു. സോ ഇയാളുടെ ആദ്യത്തെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്, വിച്ച് മീൻസ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0. അതായത് തുടക്കത്തിൽ ഇയാൾ എവിടെയായിരുന്നു, 2 റൗണ്ട് കഴിഞ്ഞ് അവസാനം എവിടെയാണ്. സോ ആദ്യത്തെ പൊസിഷൻ അവസാനത്തെ പൊസിഷൻ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എന്താണ്, 0 ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഒരു സർക്കിൾ ഒരാൾ കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും, 0 ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി എന്തായിരിക്കും ആൻസർ, 0, ഓപ്ഷൻ എ ആയിരിക്കും. ഇനി നമ്മളോട് ഇവിടെ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ, ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം ഒരു ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2πr ആണ് അല്ലേ അതിന്റെ പെരിമീറ്റർ. സോ നമുക്കൊരു 2πr + 2πr, ഒരു 4πr ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, ഒരു 2 സർക്കിൾ കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും.